ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞൻ 4 മണി പലഹാരമായിട്ടാണ് കേട്ടോ. ഇത് കുഞ്ഞിതാന്ന് ഓർത്തുകൊണ്ട് ആരും ചിന്തിക്കേണ്ട സ്വാദ് കുറവാണെന്നൊന്നും. നല്ല സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളി സ്വാദോട് കൂടിയുള്ള നമ്മുടെ കയ്യിലൊക്കെ പിടിച്ച് നമുക്കൊരു സ്നാക്കായിട്ട് പിടിച്ച് നടന്ന് കഴിക്കാൻ പറ്റുന്ന, കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പഴം കൊണ്ടുള്ള ഒരു സ്നാക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ 4 മണി പലഹാരം എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ അളവൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ നേന്ത്രപ്പഴം വലിയ മധുരമുള്ള പഴമൊന്നുമല്ല. ഇതൊരു ബ്രസീലിൽ നിന്നൊക്കെ വരുന്ന ഒരു പഴമാണ്. നാടൻ നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും രുചിയായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പഴം ആദ്യം ഒന്ന് ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഈ ഒരു പഴം കൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാവും. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളിതൊന്ന് ഉടച്ചെടുക്കുന്നത്. നിങ്ങൾ സാധാരണ നമ്മളൊക്കെ ചെയ്യുക സ്പൂൺ വെച്ചിട്ട് ഒക്കെ ഒന്ന് ഉടച്ചെടുക്കാനും പതിവ്. അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇതുപോലെ ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഒരുപോലെ കിട്ടും ചെയ്യും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചൊന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഈ പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് അല്ലെങ്കിൽ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ പഴം ഗ്രേറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നും ചെയ്യും ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിപ്പോൾ 2 എന്നുള്ളത് 1 ആക്കി കുറയ്ക്കാം, 3 ആക്കി കൂട്ടാം. നെയ്യ് കൂടുന്തോറും നമ്മുടെ പലഹാരത്തിന് രുചിയും കൂടും. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1 മിനിറ്റോളം സമയമെടുത്ത് നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എങ്കിലാണ് ആ നെയ്യും ആ പഴം രണ്ടും കൂടെ മിക്സായി ആ നെയ്യൊക്കെ പഴത്തിൽ ഇറങ്ങത്തുള്ളൂ. അപ്പം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനപ്പോൾ 1 മിനിറ്റോളം ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ. ഇനി ഇതിനകത്തോട്ട് ഞാൻ കശുവണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കശുവണ്ടി ചേർക്കുമ്പോൾ മുഴുവനോട് കൂടെ ചേർക്കാതെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി മുറിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഓരോ ബൈറ്റിലും ഈ ഒരു കശുവണ്ടിയൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ കിട്ടും. അത് പ്രത്യേക സ്വാദല്ലേ. അപ്പോൾ ഈ കശുവണ്ടി മാത്രമല്ല, ബദാമോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് 2 ഏലക്ക ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള തേങ്ങ ചെരുകിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണക്കമുന്തിരിക്കും കൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ ഞാൻ ഉണക്കമുന്തിരി ഇട്ട് കഴിഞ്ഞെന്ന് അവർക്ക് വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതെല്ലാം പറക്കി ദൂരേക്ക് കളയും. അപ്പോൾ അതിനേക്കാളും ഭേദം ഞാൻ ഇടാതെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. ഇവിടെ അല്ലാതെ നിങ്ങളൊരു ഉണക്കമുന്തിരിയും കൂടെയൊക്കെ ചേർത്തിടുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേക സ്വാദാണ് കേട്ടോ. ചെറിയൊരു ആ മുന്തിരിയിലൊരു ചെറിയ പുളിയും എല്ലാം കൂടെ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1 മിനിറ്റും കൂടെ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചാണ് പഞ്ചസാര ചേർക്കുന്നതും കൂടുതലും കുറവൊക്കെ ചേർക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിവിടുത്തെ ഒരു നാടൻ പഴമല്ല ഞങ്ങൾക്കിവിടെ കിട്ടുന്നത്. ഇത് ബ്രസീലിൽ നിന്ന് വരുന്ന ഒരു തരം നേന്ത്രപ്പഴമാണ്. അതുകൊണ്ട് തന്നെ മധുരത്തെക്കാളും കൂടുതൽ അല്പം പുളിയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നേ ഇല്ല. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു, അതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാട്ടോ. ഇതേപോലെ നമുക്കൊരു ബോളൊക്കെ ആക്കി പിടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ്. ഇനി നമുക്കൊരു കാര്യം കൂടെ ഇതിനകത്ത് വേണം. ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ബ്രെഡ് ഞാനിവിടെ 2 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് എടുക്കുമ്പം അതിൻ്റെ സൈഡ് അരുവൊക്കെ നമുക്കൊന്ന് കളയണം. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ബ്രെഡൊക്കെ എടുക്കുമ്പോൾ എന്തിനാണ് ഇതിൻ്റെ അരു കളയുന്നത്? അരുവിൻ്റെ ആ ഒരു ക്രസ്റ്റോട് കൂടെ തന്നെ നമുക്ക് കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്രസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. ക്രസ്റ്റ് ചേർക്കുമ്പോൾ നമുക്കൊരു കളറിന് ഒരു വ്യത്യാസം വരും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ രുചിക്ക് ഇച്ചിരി വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ ക്രസ്റ്റ് മാറ്റുന്നത്. നിങ്ങൾക്ക് ഇനി ക്രസ്റ്റോട് കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ക്രസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്.
ഇനി നമുക്ക് ആ ഒരു നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്രസ്റ്റ് നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഞാനത് എൻ്റെ പല സ്നാക്ക് വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ അതാ ഈ ഒരു ബ്രെഡ് ഞാനൊരു നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഉരുട്ടുന്ന ഒരു റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ നേരത്തെ നെയ്യിലൊക്കെ വറുത്ത് വെച്ചിട്ടുള്ള ആ നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇത് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനിന്നൊരു കുഞ്ഞ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് ഉണ്ടാക്കാനും കാരണമുണ്ട്. ഇന്ന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പം ആ ഒരു പഴമാണ് ഇന്നിപ്പോൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം കുഞ്ഞുങ്ങൾക്ക് നേന്ത്രപ്പഴം അവരിങ്ങനെ അല്ലാതെ എടുത്ത് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് അവർക്ക് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഓർത്തു വന്നാൽ അവർക്ക് എന്നും ഒരുപോലത്തെ ഉണ്ടാക്കുന്ന സ്നാക്ക് മതിയോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അത് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സൂത്രപ്പണി ചെയ്യാമെന്ന് ഓർത്ത്. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇതിനകത്ത് ബ്രെഡാണെന്നുള്ളതും പഴമാണ് അതിൻ്റെ ഫില്ലിംഗ് എന്നൊക്കെ ഉള്ളത്. പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. സത്യത്തിൽ ഞാൻ ഇതുപോലെ തന്നെയുള്ളൊരു ബനാന റോള് ഞാൻ മുന്നും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നേരം ഞാൻ മുട്ടയിലൊക്കെ ഒന്ന് മുക്കി പൊരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്കുകളിലൊക്കെ അധികം മുട്ട ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇപ്പം നോൺ വെജും ഇപ്പോൾ വെജായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഞാൻ പേര് ഓർക്കുന്നില്ല നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ, പക്ഷേ പുള്ളിക്കാരത്തിക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. പുള്ളിക്കാരത്തി ഇതുപോലത്തെ ഒരു സ്നാക്കിനാണ് എൻ്റെ അടുത്ത് അന്നൊരു വിഷമം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ജസ്റ്റ് നെയ്യിലോ വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ഓയിലോ വറുത്തെടുക്കാം. ഞാനിന്ന് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഒരു നമ്മൾ ചിപ്സൊക്കെ കഴിക്കുന്നത് പോലെ പിടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട്, നിങ്ങളുടെ കത്തി നല്ല ഷാർപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്ലൈസായിട്ട് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വലുപ്പത്തെങ്കിലും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ മുറിച്ചെടുത്ത് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇപ്പോൾ ആദ്യത്തെ ഒരു ഞാൻ എടുത്തിരിക്കുന്ന ബ്രെഡ് ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ആദ്യത്തെ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി അങ്ങ് വിട്ടു പോകുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഉള്ളത് ഡ്രൈ ഒന്നും അല്ലാത്ത ഒരു ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇപ്പം ഞാൻ ഉള്ളിലോട്ടൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടോ, ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ആദ്യത്തെയും അവസാനത്തെ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് ഡ്രൈ ആയിട്ട് പോയത്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഒരു കുഞ്ഞനാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് സൂപ്പറാണ്. നമുക്കറിയാലോ ബ്രെഡ് ഒന്ന് നെയ്യിലൊക്കെ മൊരിച്ച് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബ്രെഡും കൂടെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്, മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ അതേ പാൻ തന്നെയാണ്, നമ്മൾ പഴം ഒന്ന് വറുത്തെടുത്തിട്ടുള്ള അതേ പാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിനകത്തോട്ട് ഞാൻ ആദ്യം ഒരു 1/2 ടീസ്പൂണോളമുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അത് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒത്തിരി എണ്ണയൊന്നും എടുത്ത് വറുത്ത് കോരി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വളരെ മിനിമലായിട്ട് എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചതിന് ഞാനൊരു 1/2 ടീസ്പൂണോളുള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിന് പകരം നെയ്യ് മുഴുവനോടെ കൂടെ ചേർക്കാം. ഈ എണ്ണ വേണം എന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഇത് എണ്ണ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനി ആ ഒരു എണ്ണയൊക്കെ നെയ്യും എണ്ണയുള്ള മിക്സ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇത് ഒത്തിരി അങ്ങ് വേവിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബ്രെഡിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയാൽ മാത്രം മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ആ നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്ന പോലെ ഒന്ന് ആയാൽ മതി. അല്ലാതെ ഒത്തിരി ഒന്നും വേണ്ട. 1 മിനിറ്റ് മതി. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് 1 മിനിറ്റോളം നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരുന്നത്, തീരെ ലോ ഫ്ലെയിം അല്ല. അപ്പോൾ ഈ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഒരു അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 30 സെക്കൻഡോളം അവിടെയും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഡ്രൈ ആയി പോലെ തോന്നുവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ നിങ്ങൾക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണും കൂടെ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഈ ബ്രെഡ് പെട്ടെന്ന് എണ്ണ കുടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്കൊന്ന് നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷിൽ അല്പം എണ്ണ മുക്കി ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെയാണെങ്കിലും ഒത്തിരി എണ്ണയൊന്നും കുടിക്കത്തില്ല. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, നല്ലൊരു കളർ വരുന്നത് കണ്ടോ. നമ്മുടെ
നമ്മുടെ ഉള്ളിലുള്ള പഴമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് അതിൻ്റെ കളറും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യത്തെ ഒരു സെറ്റ് ഇവിടെ റെഡിയാണ്. നമുക്കിതൊന്ന് ഒരു 30 സെക്കൻഡും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് വറുത്ത് പോരാം. ഇതാ അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു എല്ലാം കൂടെ. ഇതാ നമ്മുടെ ഒരു കുഞ്ഞൻ ബ്രെഡ് ഇവിടെ റെഡി, അല്ലെങ്കിൽ കുഞ്ഞൻ പഴം എന്നോ കുഞ്ഞൻ പലഹാരം എന്നൊക്കെ റെഡിയാണ്. നല്ല ക്രിസ്പിയാണ്. നമ്മളിതൊന്ന് വായിൽ കഴിക്കുമ്പോഴത്തേക്കും പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അകത്തുള്ള പഴം നമുക്ക് പറയാതെ അറിയാലോ, നല്ല സോഫ്റ്റാണ്. നേന്ത്രപ്പഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് നേന്ത്രപ്പഴം വെച്ചുകൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ എന്ത് പഴം ഉണ്ടോ അത് വെച്ച് ചെയ്യാം. പിന്നെ പഴം ഭയങ്കരമായിട്ട് പഴുക്കണം എന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള പഴം, ഇപ്പോൾ പഴുക്കാത്ത ഇച്ചിരി പഴുപ്പ് കുറഞ്ഞ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതാ ഞാനിതെല്ലാം ഒന്ന് വറുത്ത് കോരിയിട്ട് വരാം. ഇതാ അപ്പോൾ നമ്മുടെ കുഞ്ഞൻ സ്നാക്ക് ഇവിടെ റെഡിയാണ്. പേര് പോലെ തന്നെ വളരെ കുഞ്ഞനാണ്, എന്നാൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടന്നാലോ. ഞാൻ ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, ഞാൻ ഇപ്പോഴും ഓർത്തത് ക്വസ്റ്റ്യൻ്റെ കാര്യം. നമ്മുടെ ഇത് 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ 4ാമത്തെ വീഡിയോയിൽ ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ എത്ര ബ്രെഡാണ് എടുത്തത്, അതായത് എത്ര സ്ലൈസസ് ഓഫ് ബ്രെഡാണ് ഞാൻ ഇന്നത്തെ പലഹാരത്തിന് എടുത്തത്. ഇതും വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഉടനെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഓർക്കുക, നാളും കൂടി ഉള്ളോട്ടോ നമ്മുടെ ഗെയിം. നാളത്തെ 2 വീഡിയോ കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം തീർന്നു. പക്ഷെ നിങ്ങൾക്ക് വെള്ളിയാഴ്ച വരെ സമയമുണ്ട്. ഇതിൻ്റെ തൊട്ട് എല്ലാ വീഡിയോസിൻ്റെയും ആ 3 ദിവസത്തെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ വെള്ളിയാഴ്ച വരെ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയം കഴിഞ്ഞു എന്ന് ആരും ഓർത്തും വിഷമിക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ പഴം നമുക്കൊന്ന് തുറന്ന് നോക്കണ്ടേ ഇതെങ്ങനെ ഇരിക്കണേന്നുള്ളത്. അപ്പോൾ അതാ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. പുറക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇനി ഇരിക്കുന്നത്. ബ്രെഡ് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ അകം ദാ നമ്മുടെ പഴവും കശുവണ്ടിയും തേങ്ങയും ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അത് ഒക്കെ ചേർന്ന് നല്ലൊരു സൂപ്പർ സ്നാക്കാണ്. കുഞ്ഞുങ്ങൾ അറിയില്ല അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, അത്രയും സ്വാദാണ്. നമുക്ക് തികയാതെ വരും, വീണ്ടും വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.